ഫ്രണ്ട്സ്, അപ്പോൾ പോണ്ടിച്ചേരിയിലാണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളുണ്ട് പറയാം. ഉറങ്ങി എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ജ്യോതി ലാബിൻ്റെ നമ്മുടെ ഉജാല കമ്പനിയിലെ പോണ്ടിച്ചേരിയിലുള്ള അവരുടെ ഫാക്ടറിയിലെ ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ഇതാണ് ക്വാർട്ടേഴ്സ്. അപ്പോൾ 1-2 ദിവസമായിട്ട് കൂടിയാണ്. കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് സംബന്ധിച്ച് വന്നതാണ്. നമുക്ക് ഫോൾ സീലിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ ഇവരുടെ വലിയ ഫാക്ടറിയാണ്, 25 ഏക്കറിൽ വരുന്ന ഫാക്ടറിയാണ്. അപ്പോൾ അതിലെ വർക്കിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പോണ്ടിച്ചേരിയൊക്കെ കാണാമെന്ന് വിചാരിക്കണം. വർക്കേഴ്സ് ഉണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് നമ്മുടെ ഫോളോവേഴ്സിന് എല്ലാവർക്കും എൻ്റെ രീതിയിൽ എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റാവുന്ന എൻ്റെ പരമാവധി രീതിയിൽ കാണിക്കലാണ്. എന്തായാലും കൂടുതൽ വിശേഷം ഞാൻ നടന്നിട്ട് പറയാം. നമുക്ക് ചായ കുടിക്കാൻ പോകാം. അപ്പോൾ ഇവിടെ അടുത്താണ് ചായക്കട. ഇതാണ് ഞാൻ പറഞ്ഞ ക്വാർട്ടേഴ്സ്. ഇതിൻ്റെ കൂടെ ഈ കാണുന്നതാണ്, നേരെ കാണുന്നതാണ് ഒരു ചായക്കട. രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിച്ചാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ സൈഡിലൊക്കെ ഉളുന്നെന്നാണ് പറയുന്നത്. ഒരു ഉളുന്നുണ്ടാവുന്ന പാടം, ഒരു വീട് കണ്ടോ, വീട് കരിമ്പന്തോട്ടം. ഇത് പോണ്ടിച്ചേരിയിൽ നിന്ന് 20 കിലോമീറ്റർ മാറി ഒരു ഗ്രാമത്തിലാണ് ഈ സ്ഥലം. കുറേ കമ്പനികളുണ്ട് കേട്ടോ, ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും ഈ ജ്യോതി ലാബ് നമ്മളെ സംബന്ധിച്ച് 25 ഏക്കറിൽ വലിയൊരു കമ്പനി, ഒരുപാട് സ്റ്റാഫുള്ള കമ്പനിയാണെങ്കിലും ഇവിടെ അധികം ആളുകൾക്കൊന്നും അത് അറിയില്ല. ചെറിയ ചായ കേട്ടോ ഇവിടെ. ഇനി തിരിച്ച് റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് ബാക്കി കാര്യങ്ങൾ പൊളിച്ചേരി നമ്മളൊന്ന് വിശദമായിട്ടൊന്ന് കാണണം. രാവിലെ എന്തെങ്കിലും കഴിക്കണം. ഞാൻ അധികം കൂടുതലായിട്ടൊന്നും കഴിക്കില്ല, ഡയറ്റിങ്ങാണ് ഒരാഴ്ചയായിട്ട്. അപ്പോൾ പേരിന് എന്തെങ്കിലും കഴിച്ച് എവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് പരമാവധി ഡീറ്റെയിൽസ് പോണ്ടിച്ചേരിനെ കുറിച്ചിട്ട് നമുക്കറിയാം. വണ്ടി തൃശ്ശൂരിൽ നിന്ന് ആകെ പൊടി പിടിച്ച് കിടക്കുന്നത്. നമ്മൾ വണ്ടി മുഴുവൻ കഴുകാനുള്ള ഇതൊന്നുമില്ല, സംവിധാനമൊന്നുമില്ല ഇവിടെ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. തീരെ വിസിബിലിറ്റി ഇല്ല. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വന്നിട്ട് ഒന്ന് കഴുകട്ടെ. അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടി കൂട്ട് കളയാം. കണ്ടോ, കാണണ്ടോ അതിൽ നിറച്ച് പക്ഷി കാഷ്ടവും കുറേ മാർക്കുകളൊക്കെ ആണ് നമ്മൾ അപ്ലൈ ചെയ്യണത്. ഈ Q4 അവർ ഹാർഡ് വാട്ടർ. ഇതിന് നമ്മളൊരു ചെറിയൊരു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അങ്ങനെ പറയാം, യെസ്, ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇതിലിത് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. അതുപോലെ എടുത്ത് ഈ സാധനം നമ്മൾ നേരെ ഇട്ട് വെക്കുന്നു. വെള്ളമൊന്നുമില്ല കേട്ടോ, ഡ്രൈ ആയിട്ട് തന്നെ. ഇത് വേറെ കെമിക്കലാണ്, ഹാർഡ് വാട്ടർ റിമൂവർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കേട്ടോ മാർക്കർ പോകണുണ്ടോ, നല്ല വിസിബിലിറ്റി കിട്ടും. ഗ്ലാസ്സൊക്കെ കഴുകി അടിപൊളിയാക്കി കേട്ടോ. കേട്ടാ, നമുക്ക് പോകാനുള്ള പണികൾ നോക്കാം. ഇത് ഇവിടെയാണ് പോണ്ടിച്ചേരി വരുന്നത്, ഈ വശത്ത്. ഇവിടെ നിന്ന് നമ്മൾ ഈ നീല സ്പോട്ട് കാണുന്നിടത്ത് 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇവിടെയാണ് ജ്യോതി ലാബോറട്ടറീസിൻ്റെ ഫാക്ടറി ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ പണിക്കാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ യാത്രയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് റോക്ക് ബീച്ചിലേക്ക് പോകാം. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് അവിടെ കുറേ കാര്യങ്ങളുണ്ട്. പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്നത് മുഴുവൻ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ഡേയിൽ എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കും. ഇവിടെ നമ്മൾ ഗ്രാമപ്രദേശത്തിലൂടെയാണ് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരുപാട് കൃഷികളാണ്. ഒരു സ്ഥലം പോലും അവർ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതുപോലെ ഫാക്ടറികൾ, ഒരുപാട് ഫാക്ടറികൾ. അപ്പോൾ ഞാനിവിടെ ഇന്നലെ ഒരു 10 കിലോമീറ്റർ അകലെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ജ്യോതി ലാബിൻ്റെ
ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ജ്യോതി ലാബ, ഉജാല, അത് എന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്. 25 ഏക്കറിലുള്ള വലിയൊരു ഫാക്ടറിയാണ്. പക്ഷെ അതുപോലും ഇവിടത്താർക്ക് അത്ര എണ്ണം ഫാക്ടറികളുള്ള കാരണം അതൊന്നും ഇവിടുത്തെ ആളുകൾക്കൊക്കെ അത് നിസ്സാര കാര്യമായിട്ടാണ് അവരത് കാണുന്നത്. വഴികളൊക്കെ അടിപൊളി വഴികളാണ്. പോണ്ടിച്ചേരിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വഴികൾ ക്ലീൻനെസ് ആണ് കാണുന്നത്. ഇവിടെ കൃഷികൾ പലതരം കൃഷികളാട്ടോ. നമ്മളെ പോലെ നെല്ലിൻ്റെ എന്ന് പറയുമ്പോൾ നെല്ല് മാത്രമൊന്നുമല്ല, ഇവിടെ നെല്ലുണ്ട്. അതുപോലെ കുറച്ച് അങ്ങോട്ട് ഒരു നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് കൃഷി ചെയ്യണത്, കരിമ്പ് കൃഷി ചെയ്യുന്നത്. അതുപോലെ അവിടെ ഉണ്ടായ സാധനങ്ങൾ തന്നെ വീടുകളിൽ ആൾക്കാർ വിൽക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആക്ച്വലി പോണ്ടിച്ചേരി എന്ന് പറയുന്നത് AD 1-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ രേഖകളുണ്ട്. ഇവിടുത്തെ ചരിത്രപരമായ കുറേ കാര്യങ്ങളും AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അന്ന് പുതുച്ചേരി എന്നായിരുന്നു ഇതിൻ്റെ പേര്. പുതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ പുതിയത് അങ്ങനെയൊക്കെയാണ് അർത്ഥം. അതുപോലെ ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂട്ടായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലം. ഇന്നത്തെ ടൗൺ എന്നൊക്കെ പറയുന്ന മാതിരി ചേരി എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് അതാണ് ഒരു ടൗൺ എന്നൊക്കെ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പുതുച്ചേരി എന്നുള്ള പേര് ഇതിന് വന്നത്. പിന്നെ ഇവര് വന്ന് പിടിച്ചു. അവര് നമ്മുടെ ഡച്ചുകാർ വന്നു. പിന്നെ ഡച്ചുകാരിൽ നിന്ന് ഫ്രഞ്ച്. നമ്മൾ പോണ വഴിയിൽ പാത്തുക്കണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ലേക്ക് ഉണ്ട്. ലോക്ക് പത്തുക്കുന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കാണാനുണ്ട്. ഇത് എത്രയാണ് റേറ്റ്? പ്രൈസ് 200. എത്ര നേരത്തേക്ക്? 15 മിനിറ്റ്സ്. അതുക്കുള്ളിൽ 20 മിനിറ്റ്സ് 200. ബോട്ടിങ്ങിനാണ് 200. ഇത് ഒരു നല്ല വലിയൊരു ലേക്കാണ് കേട്ടോ. ചെറിയൊരു സംഭവം ഒന്നല്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. പോണ്ടിച്ചേരിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകളുടെ വൃത്തിയാണ്. പിന്നെ ആളുകളെല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവരും ഇംഗ്ലീഷൊക്കെ നന്നായി അറിയും. ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ കണ്ടോ? ഓട്ടോറിക്ഷകൾ മാത്രമേ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. നമ്മുടെ വണ്ടിയിൽ പെട്രോള് ഡീസൽ കുറച്ചുള്ളൂ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ പരമാവധി പോണ്ടിച്ചേരിയിൽ നിന്ന് അടിക്കാം വിചാരിച്ചിട്ട് ഇവിടുത്തെ വില എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. 86 rupees ഡീസൽ ഫുൾ ടാങ്ക്. എത്ര? ഹൗ മച്ച് ഇസ് ദ കോസ്റ്റ് ടുഡേ? റേറ്റ് what's the price? 86 diesel. 86. ഓക്കെ. അപ്പോൾ 86 രൂപയാണ്. നമ്മൾ ഫുൾ അടിച്ചിടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നാട്ടിൽ പോകണം, ഇവിടെ കുറച്ച് കറങ്ങണം. വിശപ്പുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:15. അപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ നോക്കാം. അങ്ങനെ പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല. നമ്മളൊരു സൈഡിൽ കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഈ കാണുന്നതാണ് വൈറ്റ് ടൗൺ എന്ന് പറയുന്നത്, പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോളനി. അപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ നോക്കുക, നമ്മുടെ നാട്ടിലെ ബിൽഡിംഗ് പോലെയല്ല, സൺഷെയ്ഡുകളൊന്നുമില്ല. ജനാലകൾ നല്ല വലിപ്പമുണ്ട്. ഓരോ ഫ്ലോറിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു 12 അടി കൂടുതലെങ്കിലും ഉണ്ടാവും. തെരുവുകളൊക്കെ നല്ല നീറ്റാണ്. ഇപ്പം നടന്നു പോയിട്ട് ഏതെങ്കിലും ഒരു കഫേ പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കിയോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് നടന്നപ്പോൾ നമുക്ക് ചെറിയൊരു കഫേ കിട്ടി. അതിൽ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി 70 രൂപ. ഇത് നഗറ്റ്സ്, കോൺ നഗറ്റ്സ് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അത് 90 രൂപ. പിന്നെ ഒരു മിൻറ്റിലെ 30 രൂപ. ഇത്രയും സാധനങ്ങൾ കഴിച്ചു. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ തൊട്ട് ഏകദേശം ഒരു 100 മീറ്റർ നീങ്ങിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഈ ഫ്രഞ്ച് കോളനിയുടെ ഭാഗമാണ്. അതായത് വൈറ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ഏരിയ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇത് ഇന്ത്യയിൽ ലയിച്ചിരുന്നില്ല ഈ ഭാഗങ്ങൾ. 1960 ശേഷമാണ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ശരിക്കും മാറിയത്.
ഇതാണ് നമ്മൾ ബീച്ചിലെത്തിയത്, പോണ്ടിച്ചേരി ബീച്ച്. ഞാനൊരു 20 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. അന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി. ഈ ബീച്ചിന് 2 ഭാഗമുണ്ട്. പ്രൊമനേഡ് ബീച്ച് എന്ന് പറയുന്നതും ഇപ്പം എൻ്റെ നേരെ കാണുന്നത് റോക്ക് ബീച്ച് എന്ന് പറയും. ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം വരെയാണ് പ്രൊമനേഡ് ബീച്ച് എന്ന് പറയുന്നത്. ഈ പ്രൊമനേഡ് ബീച്ചും ഈ റോക്ക് ബീച്ചും ചേർന്ന ഈ ഭാഗത്താണ് പോണ്ടിച്ചേരി ബീച്ച് എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ആ കാണുന്ന കടൽ ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ നേരെ കാണുന്നത് അവിടെ ഒരു പാർക്കാണ്. ഇപ്പോൾ ആ പാർക്ക് ആക്റ്റീവ് അല്ല. ഈ ഭാഗത്ത് ഇങ്ങനെ കല്ലിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് ഏകദേശം ഒരു 5 അടി താഴെയായിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പ് കല്ലുകൾ പാകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചൂണ്ടിടാനൊക്കെ നല്ല ബെസ്റ്റ് സ്ഥലമാണ്. പക്ഷേ അത് ആരും ഇട്ട് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അത് അനുവാദമില്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്കങ്ങനെ വെള്ളത്തിലിറങ്ങാനൊന്നും ഇവിടെ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ കാറ്റുകൊണ്ടിരിക്കാനും കളിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ കാണുന്ന ഈ വ്യൂ ഉണ്ടല്ലോ, ഈ വ്യൂ അങ്ങോട്ട് അവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്, ഫ്രഞ്ച് വാർ മെമ്മോറിയൽ. അവിടെ വരെ പ്രൊമനേഡ് ബീച്ചാണ്. ഇപ്പോൾ ഈ വിഷ്വൽ കാണുന്നതിൻ്റെ ബാക്കിലോട്ട് റോക്ക് ബീച്ച് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. കടൽ നല്ല നീല കളറിൽ വളരെ മനോഹരമായിരിക്കും. അകലേക്ക് ഒരു നീല കളറും അടുത്തേക്ക് വരുന്തോറും ഒരു നീലയും പച്ചയും കളർന്ന ഒരു വെള്ളം. അത് ഈ പച്ച കളറ് ആൽഗ കൂടുതലുള്ള കാരണമാണ്, ഈ ഭാഗത്ത് ആൽഗ കൂടുതലുള്ള കാരണമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വണ്ടി മാറ്റിക്കൊണ്ട് നട്ടിട്ടുണ്ട്. നമ്മൾ റോക്ക് ബീച്ചിൻ്റെ ഒരു മൂലയ്ക്ക് പോയി, അവിടെ നിന്ന് 1.5 കിലോമീറ്ററിന് കണ്ട്. അപ്പോൾ അപ്പുറത്ത് ഞാൻ കാർ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഇവിടെ മറ്റേ ഗാന്ധി സ്റ്റാച്ചു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഇതൊക്കെയുള്ള എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് വന്നിട്ടുള്ളതൊന്നും ഓർമ്മയിലില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഞാൻ. നമ്മൾ ഈ ഗാന്ധി സ്റ്റാച്ചുവിൻ്റെ ബീച്ചിൻ്റെ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു ടെമ്പററി സ്റ്റാള്, PM വിശ്വകർമ്മ എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് കയറി നോക്കാം. ഇവിടെ നമ്മുടെ നാട്ടിലെ സ്റ്റാൾ പോലെ തന്നെ കുറേ സ്റ്റാളുകൾ, കുറേ സാധനങ്ങൾ. ഇത് സാധനങ്ങൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇവിടെ നമ്മുടെ ഗാന്ധി സ്റ്റാച്ചുവിൻ്റെ ചുറ്റും 1, 2, 3, 4, 5, 6, 8 തൂണുകൾ. തമിഴ്നാടിൻ്റെ കുറേ കൾച്ചറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ബീച്ചിൽ കൂടുതലും ആളുകൾ വന്ന് തുടങ്ങുന്നുള്ളൂ. അവിടെ ക്രൂയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് അതൊക്കെ വൈറ്റ് ടൗണിലേക്ക് മാറാം. പിന്നെ നമുക്ക് കുറച്ച് മാർക്കറ്റ് ഉണ്ട്, റേറ്റ് കുറവിന് സാധനങ്ങളൊക്കെ കിട്ടുന്ന. എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന മാതിരി തന്നെ അവിടേക്ക് ഒന്ന് പോയി വാങ്ങാം. കുട്ടികൾക്ക് വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഫ്രഞ്ച് വാർ മെമ്മോറിയൽ. ഗാന്ധി സ്റ്റാച്യൂൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. ഫ്രഞ്ചിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു കഫേ ഉണ്ട്, എല്ലാ കഫേ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഫ്രഞ്ച് ഭാഷയെന്ന് തോന്നുന്നത്. പല കടകളിലും മുന്നിലും ഫ്രഞ്ച് ഭാഷയിൽ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്രാഫ്റ്റ് ബസാറുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കി നോക്കാം. ക്രാഫ്റ്റിൻ്റെ പെർമനൻറ്റ് സ്റ്റാളാണെന്ന് തോന്നുന്നു. ഷെല്ലിൻ്റെ കുറേ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഭാരതി പാർക്കാണ് കേട്ടോ, നമ്മുടെ ബീച്ച് റോഡ് ചേർന്ന് വരുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ 2 കിലോമീറ്റർ കൂടി പോകണം എന്നാണ് പറഞ്ഞത്. ഞാനിത് ആദ്യം ബൊട്ടാണിക്കൽ ഗാർഡനാണെന്ന് വിചാരിച്ചത്. സമയം 2:45. ഞാൻ കുറച്ച് ക്രാഫ്റ്റുകളും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. അതെല്ലാം കാതറിഞ്ഞു.
അവർ കുറച്ച് ഷെല്ലുകൾ വേണമെന്ന് പറഞ്ഞിരുന്നു, കമ്മല്, കുറച്ച് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങണം. കാർ എവിടെയാണ് ഞാൻ ഇട്ടെന്നൊരു ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഈ പാർക്കിൻ്റെ ഏതോ ഒരു സൈഡിലാണ് ഇട്ടത്. ഒരു കരിക്ക് കഴിക്കാം നമ്മുടെ സൈഡിൽ. ടേസ്റ്റ് ഉണ്ടാവണാവോ? 50 രൂപയാണ് പറയുന്നത്. നമ്മുടെ അവിടെ 50 രൂപ തന്നെയാണ് തോന്നുന്നത്. ഇതാണ് വില കുറവിന് സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റ്. അവിടെ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ വില നിലവാരം എന്നുള്ളത്. വലിയ വില കുറവൊന്നും കാണുന്നില്ല. 299 അങ്ങനെ വലിയ വില കുറവൊന്നുമില്ല. ഓരോ സിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വില കുറവിനുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലൊരു സ്ഥലം. തൃശ്ശൂരൊക്കെ ജയ്ഹിന്ദ് മാർക്കറ്റൊക്കെ പോലെ സാധനങ്ങൾ വില കുറവാണ്. പക്ഷെ അങ്ങനെ ഒരു ബ്രാൻഡഡ് അങ്ങനത്തെ ഒരു സ്ഥലമല്ല മാർക്കറ്റ് എന്ന് പറയില്ല. അത് 199, 100 രൂപയുടെ ബനിയൻ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു. അപ്പോൾ നമ്മൾ വീട്ടിലിടാൻ കുറച്ച് സ്ലിപ്പർ വാങ്ങി 130 രൂപ. അപ്പം നമ്മുടെ നാട്ടിലെ തൃശ്ശൂരുള്ള റേറ്റ് തന്നെ, പ്രത്യേകിച്ച് റേറ്റ് കുറവൊന്നുമില്ല. പക്ഷെ എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. 300 രൂപയ്ക്ക് ചുരിദാർ പോലത്തെ സാധനങ്ങൾ, പിന്നെ 250 രൂപ ഷർട്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ തിക്കിക്കൂട്ടി ഇട്ടിരിക്കാൻ അറിയില്ല. സസ്ത മാർക്കറ്റ് എന്നൊക്കെ പറയണ മാതിരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. റേറ്റെല്ലാം നമ്മുടെ കേരളത്തിലുള്ള റേറ്റ് ഉണ്ട്, വലിയ കുറവെന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ഒരു പോണ്ടിച്ചേരി പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പള്ളി ഒന്ന് കാണാം. ഈ പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണുള്ളത്, പോണ്ടിച്ചേരിയിൽ. വളരെ പഴയ പള്ളിയാണ് കേട്ടോ ഇത്. ഈ പള്ളിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഗ്ലാസ്സുകളുണ്ട്, വളരെ റയറായിട്ടുള്ള ആർട്ട് വർക്കുകളാണ് ഇവിടെ. വന്ന് ഒരുപാട് ഗ്ലാസിൻ്റെ പെയിൻറ്റിങ്സ്, ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്. മെറൂൺ വൈറ്റ് കോമ്പിനേഷനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതൊക്കെ പറയാൻ പറ്റുള്ളൂ. പള്ളി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്യൂട്ടി അത് ലൈറ്റ് ഇട്ടുള്ള പോലെയാണ്. പക്ഷേ ആ ലൈറ്റ് വെളിച്ചം വരുന്നത് പറഞ്ഞത് സൂര്യപ്രകാശത്തിനാണ് ഗ്ലോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷെയ്ഡ് കൂടെ കണ്ട് ഇതാണ് പള്ളി. ഏകദേശം 100 വർഷത്തോളം പഴക്കണ്ടതിന് പള്ളിക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ പള്ളിയുടെ സ്ഥാനം വരുന്നത്. അങ്ങനെ പള്ളി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നേരെ ഓപ്പോസിറ്റായിട്ട് റെയിൽവേ സ്റ്റേഷൻ കാണാം. കണ്ടോ, അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഏകദേശം ഒരു 200 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നു. ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 7-ാം തീയതിയെ തുറക്കുള്ളൂ. ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് പ്രവേശനമില്ല. പൂക്കളൊക്കെ വെച്ച് നന്നായി ഭംഗിയൊക്കെ വരുന്നുണ്ട്. ഈ വിലക്കുറവ് വരുമ്പോൾ നമുക്ക് കയറി നോക്കാം. ഇനി നമുക്കൊരു ചായ കുടിക്കാം. സമയം ഒരു 4:45. ചായ എന്തെങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചാൽ മതിയോ? ഒരു മുട്ട ആണെങ്കിൽ പോയി നന്നായി ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് സമൂസയൊക്കെ ഉള്ളൂ. നമുക്ക് നമ്മൾ ഇഷ്ടംപോലെ തിന്നല്ലേ. ഇവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. കുറേ കുറച്ച് അധികം യാത്ര ചെയ്യുമ്പോൾ ഞാൻ കഴിക്കാറില്ല. കാരണം വയറെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കും. നമ്മൾ ക്ഷീണം വരും കുറേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ. നമുക്കിങ്ങനെ എത്ര നേരം വേണമെങ്കിലും നടക്കാം. രാവിലെ ഉണ്ടാക്കുമ്പോൾ വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് പള്ളിയുടെ അടുത്താണ് കാർ ഇട്ടിട്ടുള്ളത്. കാറിൻ്റെ അടുത്തേക്ക് പോവാം. പോണ വഴിയിൽ ഏതെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം. ഇവിടുത്തെ 2 രൂപയുടെ ബിസ്ക്കറ്റാണ്. ഒരു ചായയും 2 രൂപയുടെ ബിസ്ക്കറ്റും 12 രൂപ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി കുറഞ്ഞു.
മൊബൈലിലെ. പിന്നെ ഒരുപാട് വീഡിയോസുകൾ കുറച്ച് എന്താ പറയുക സൗണ്ടില്ലാണ്ട് മിസ്സായിപ്പോയി. അപ്പോൾ നാളെ നമുക്ക് കുറച്ചും കൂടി അധികം കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്നെന്തായാലും ബൈ.